പ്രിയ ശ്രോതാക്കളെ, ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞ് ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ശരീരത്തെയും ഹൃദയത്തെയും സംസ്കരിക്കുന്ന ഒരു മാസത്തെ ഉപവാസത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസി സമൂഹത്തിന് പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ദമാമിൽ നിന്നും റോണിയ വിവി. മഴത്തുള്ളിക്കിളിക്കം സംഗീത പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വോയിസ് ഓഫ് കേരള 1152 AM വോയിസ് ഓഫ് സൗദി അറേബ്യയിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട്. അത് സുരേഷ് റൌത്തർ. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രേക്ഷകരുടെ മനം കവർന്ന സുരേഷ് റൌത്തർ, വെൽക്കം ടു അവർ പ്രോഗ്രാം. താങ്ക് യു. ശരിക്കും ഈ റൌത്തർ എന്ന പേര് കേൾക്കുമ്പോൾ വിയറ്റ്നാം കോളനിയുടെ നല്ല ഒത്ത ഉയരവും വണ്ണവും ഒക്കെയുള്ള ഒരു വില്ലനെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ഫാദറിന്റെ പേരാണ് യഥാർത്ഥത്തിൽ റൌത്തർ. അപ്പോൾ അത് ഫാമിലി നെയിം പോലെയാണ്. അപ്പോൾ എൻ്റെ ഫാദറിന് അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരായതുകൊണ്ടാണ് അത് അടുത്ത തലമുറയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അത് ആ പേരിട്ടത്. അതിനൊരു രസകരമായ ഒരു അനുഭവമുണ്ട്. ഞാൻ മദ്രാസിൽ നിന്നും ട്രാൻസ്ഫറായിട്ട് കാലിക്കറ്റിലേക്ക് വരുമ്പോൾ മദ്രാസിൽ നിന്നും ഇമെയിൽ വന്നു. കാലിക്കറ്റിലെ ഓഫീസിൽ ഇമെയിൽ വന്നു, ഇതേപോലെ മദ്രാസിൽ നിന്നും ഇവിടുന്ന് റൌത്തർ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ മാനേജറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ള എല്ലാ സ്റ്റാഫുകളും വളരെ പേടിച്ചു. അന്ന് ഈ വിയറ്റ്നാം കോളനി ഇറങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും പേടിച്ചു. റൌത്തർ എന്ന് പറയുമ്പോൾ ഏതോ വലിയൊരു അജാന ബാഹുവായിരിക്കും വരുന്നത്. എന്തായാലും ആ ഒരു വില്ലൻ എന്താ പറയാ രൂപമില്ലെന്നേ ഉള്ളൂ, നല്ല ഒത്ത ഹൈറ്റ് ഉണ്ട്. എന്തായാലും എത്രയുണ്ട് ഹൈറ്റ്? എത്രയുണ്ട്? എനിക്ക് തോന്നുന്നു 165 feet, ഓൾമോസ്റ്റ് 6 feet അടുത്തുണ്ടല്ലേ? ഓക്കെ, അപ്പം വില്ലൻ അല്ലെങ്കിലും ഒരു നായക പരിവേഷം ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ സംഗീത രംഗത്തേക്ക് വന്നിട്ട് എത്ര നാളായി? ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളുകളിൽ ഇതേപോലെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ട്. പാട്ട് അതേപോലെ മറ്റ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെറുപ്പകാലം മുതലേ ഈ ഒരു കല തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? ആക്ച്വലി എൻ്റെ ഫാദർ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കൂടെയും അതേപോലെ കൊട്ടാരക്കര ബോബിയുടെ കൂടെയൊക്കെ നാടകത്തിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഫാദർ ഒരു കലാകാരനായിരുന്നു. ഒരു കലാ പാരമ്പര്യമുണ്ട്. മദർ ഇല്ല, മദറിന് കലാവാസനയൊന്നും ഇല്ലായിരുന്നു. ആസ്വാദകയായിരുന്നു, നല്ല പ്രോത്സാഹനങ്ങൾ തരായിരുന്നു. മദർ ടീച്ചറായിരുന്നു. ടീച്ചറിന്റെ അവരുടെ സ്കൂളിലും എന്ത് ഫംഗ്ഷൻ വന്നാലും എന്റെ പാട്ട് മസ്റ്റ് ആയിട്ടുണ്ടല്ലേ? ഒരു പ്രോഗ്രാം ആയിട്ട് അതൊക്കെ കൺഫേം ആയിട്ടുണ്ട്. ഫാമിലിയെ കുറിച്ച് ഒന്ന് പറയാമോ? ഫാമിലി, എനിക്ക് എൻ്റെ വൈഫ്, 3 മക്കളാണ് എനിക്കുള്ളത്. മക്കള് പാടുവോ? 3 പേരും അത്യാവശ്യം പാടും. അപ്പൊ അച്ഛന്റെ എല്ലാ കഴിവുകളും 3 മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ വൈഫ് എങ്ങനെയാ പാടൂ? വൈഫ് പാടില്ല, എങ്കിലും വൈഫിന്റെ ഫുൾ സപ്പോർട്ട്. അതായത് ദമാമിൽ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം എൻ്റെ വൈഫ് തന്നെയായിരുന്നു. അപ്പോ സുരേഷ് റൌത്തറിനും ഭാര്യയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഗാനം ഒന്ന് പറയാമോ? ഞാൻ മിറാജ് രാവിലെ കാറ്റേ എന്ന് പറയുന്ന ഗാനം എരഞ്ഞോളി മൂസാക്ക പാടി അനശ്വരമാക്കിയ ആ ഗാനമാണ് എൻ്റെ വൈഫിനും എൻ്റെ കുടുംബത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനം. അതെ, മിറാജ് രാവിലെ കാറ്റേ എന്ന ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എരിഞ്ഞോളി മൂസാക്ക കടന്നു വരുന്നത്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്കും എരിഞ്ഞോളി മൂസാക്കയുടെ എല്ലാ ആരാധകരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണത്. തീർച്ചയായും. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, എരിഞ്ഞോളി മൂസാക്കയുടെ മനസ്സിൽ എന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന ഈ അനശ്വരമായ ഗാനം നമുക്ക് സുരേഷ് റൌത്തറിന്റെ മാധുര്യമായ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. മിഹ്റാജ് രാവിലെ കാറ്റേ.